പ്രാർത്ഥിക്കാം. കർത്താവേ, താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയ വചനം അങ്ങ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം, ഞങ്ങൾക്ക് കർത്താവിൽ ദൈവത്തിലുള്ള ജീവിതം എങ്ങനെ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാമെന്ന് കർത്താവ് പറഞ്ഞു തരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. താങ്ക് യു ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഇന്നത്തെ വചനം ഏത് വചനമാണെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ ഈ ഒരു വാക്യം എൻ്റെ മുമ്പിൽ വന്നത്. 4 പ്രാവശ്യം ബൈബിളിൽ കോട്ട് ചെയ്തിരിക്കുന്ന വാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വാക്യങ്ങൾ 4 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിക്കുക. ഹബക്കൂക്ക് പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഹബക്കൂക്ക് 2:4 നമുക്ക് അറിയുന്ന വചനമാണല്ലോ. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഇത് ഹബക്കൂക്ക്. ഞാൻ ഓരോ പ്രാവശ്യം ഈ വാക്യം കോട്ട് ചെയ്തെടുത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമായിരുന്നു, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇവിടെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബാബിലോണിനെ പറ്റിയായിരുന്നു. ബാബിലോണ് അവിടെ പ്രൈഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിനു മുമ്പുള്ള ഭാഗം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ കാര്യം പറയുന്നത്. എപ്പോഴും ഞാനിങ്ങനെ വായിക്കുമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതലുള്ളത് അഹങ്കാരമാണ്. നമ്മൾ ചിന്തിക്കും, എനിക്കെല്ലാം അറിയാം. ഞാൻ ആക്ച്വലി ചിലര് അറിവില് അഹങ്കരിക്കും. ചിലരെന്ത് വിചാരിക്കും, എനിക്കൊന്നും അറിയത്തില്ല. ആക്ച്വലി അതിലും നമ്മൾ ചിലപ്പോൾ അഹങ്കരിക്കും. എല്ലാ രീതിയിലും നമ്മുടെ മനസ്സിലൊരു അഹങ്കാരം, ഒരു പ്രൈഡാണ് വന്നിരിക്കുന്നത്. പ്രൈഡ് വെച്ച് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പം ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാൾ തന്നെ വിചാരിക്കും, ഓക്കെ, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയാതെ നമ്മൾ അഹങ്കരിക്കും. ജോൺ ബനിയന് ഒരു മെസ്സേജ് കൊടുത്തിട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു. അപ്പം പുള്ളി എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ സാത്താൻ എന്നോട് ഇത് പറഞ്ഞായിരുന്നു. അപ്പം വെച്ചാൽ നമുക്ക് ഏതൊരു കാര്യത്തിലും നമുക്ക് എപ്പോഴും കർത്താവ് ഏറ്റവും ഹേറ്റ് ചെയ്യുന്ന കാര്യമാണ് പ്രൈഡ്, അഹങ്കാരം എന്നുള്ളത്. അപ്പൊ ഈ അഹങ്കാരത്തെ പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് തന്നെ അറിയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലാണ് നമ്മൾ പ്രൗഡ് ആവുന്നതെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്താ അഹങ്കരിക്കാൻ എന്നുള്ളത് ഞാൻ തന്നെ ചിന്തിക്കേണ്ടി വരും. പക്ഷെ ഈ ഭാഗത്ത് കർത്താവ് പറയുക, നമ്മൾ വായിച്ച വാക്യത്തില് അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ചേർച്ചിലുള്ള എല്ലാവരെക്കാട്ടിലും നമ്മൾ നല്ലവരാ. അങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, നമ്മൾ വിചാരിക്കും, ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്, മറ്റവർ അത്രയും ചെയ്യുന്നില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും ചിലർ വിചാരിക്കാം, ഓരോരോ കാര്യത്തിലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ പ്രൗഡാകും. കർത്താവ് പറയുക 4-ാമത്തെ വാക്യത്തില്, അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നത് നേരുള്ളതല്ല, അതിന്റെ അടുത്ത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുക, നീതിമാന് വിശ്വാസത്താൽ ജീവിക്കും. അപ്പം ഇവിടെ നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ദൈവം തന്ന നീതിയാണ്. അത് നമുക്ക് റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ കാണാം. റോമാലേഖനത്തില് എങ്ങനെയാണ് ആൾക്കാർ തെറ്റിപ്പോയെന്ന റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് 17-ാം വാക്യത്തിലോട്ട് വരുമ്പോഴും 16 തൊട്ട് വായിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇവിടെ ആദ്യമായിട്ട് ഒരാൾ വിശ്വസിക്കുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പിലുള്ള ഭാഗം മുഴുവൻ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെയും ആദ്യം ഒരു ഫെയ്ത്തിനെ പറ്റി പറയുന്നുണ്ട്, ജസ്റ്റിഫൈങ് ഫെയ്ത്ത്. അതായത് നമ്മുടെ പാപങ്ങൾ നമ്മൾ വിടുതലിനെ പറ്റിയുള്ള ഫെയ്ത്ത്. പക്ഷെ അത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷ് ഞാൻ വായിക്കട്ടെ. ഫോർ ഇൻ ഇറ്റ് ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ് ഇസ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, ആസ് ഇസ് റിട്ടൺ, ദ റൈറ്റ്യസ് മാൻ ഷൽ ലിവ് ബൈ ഫെയ്ത്ത്. അതായത് ദൈവത്തിന്റെ നീതി കിട്ടിയ ഒരു മനുഷ്യന് ജീവിക്കുന്ന ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. ജസ്റ്റിഫൈങ് ഫെയ്ത്ത് മാത്രം പോരാ, ആൾക്ക് എല്ലാ ദിവസവും ജീവിക്കേണ്ട ഫെയ്ത്ത്. അത് നമുക്ക് ഇനിയും വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഫെയ്ത്ത് ടു ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആക്ച്വലി എപ്പോഴാണ് ഫെയ്ത്ത് വരുന്നത്? ഫെയ്ത്ത് ദൈവത്തിലാണല്ലോ. ദൈവത്തിലുള്ള ഫെയ്ത്ത് വരുന്നത് മനുഷ്യരിൽ നിന്നുള്ള ഒരു സഹകരണവും, മനുഷ്യരിൽ നിന്നുള്ള ഒന്നും കിട്ടാത്ത സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഒന്നുമില്ല. ആ സമയത്ത് ദൈവത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ, കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുക, അങ്ങനെ സഹായിക്കുക, എനിക്ക് ഉറപ്പാ, വേറെ ആരും ഇല്ല എനിക്ക് എന്ന് പലരും അങ്ങനെ കാണുമായിരിക്കുമല്ലോ. ആരും ഈ ജീവിതത്തിൽ ഇല്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കാണും. ചിലപ്പം
ആൾക്കാർ ഒത്തിരി കാണും. പക്ഷെ ആരോടും നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ കാണില്ലായിരിക്കും. പക്ഷെ ആ സമയത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മളെ ഓൾറെഡി ജസ്റ്റിഫൈ ചെയ്ത ദൈവം നമ്മുടെ ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലോട്ട് നടത്തും. നമ്മുടെ ശരീരം ക്ഷയിക്കുന്ന സമയത്ത്, നമുക്ക് മനസ്സ് ക്ഷയിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫെയ്ത്ത് ദൈവം അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്, ഹാവ് ഫെയ്ത്ത്, ദ റൈച്ചസ് മാൻ ഷാൽ ലിവ്. ഉറപ്പായിട്ടും ജീവിക്കും. ആ ഫെയ്ത്ത് ഞാൻ പലപ്പോഴും വിചാരിക്കും, ഉറപ്പായിട്ട് ദൈവം എന്നെ സഹായിക്കും എന്ന് ഞാൻ ചിന്തിക്കാൻ എനിക്കിടയാകാറുണ്ട്. അപ്പം ഹബക്കൂക്കിൽ നമ്മൾ കണ്ടത് പ്രൈഡ് ഇസ് എഗെയിൻസ്റ്റ് ഫെയ്ത്ത്. ഒരു അഹങ്കാരം ഫെയ്ത്തിനെതിരെയാ. ദൈവത്തിന് ഫെയ്ത്ത് പോലും നമുക്ക് തരാൻ പറ്റില്ല. റോമൻസിലോട്ട് വരുമ്പം ജസ്റ്റിഫയിങ് ഫെയ്ത്ത്, ആദ്യമായിട്ടുള്ള വിശ്വാസം ഫെയ്ത്ത്, അത് കഴിഞ്ഞുള്ള വിശ്വാസം, പിന്നെയുള്ള ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗലാത്യ ലേഖനത്തിലോട്ട് വരാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം അധ്യായം വായിക്കാം. അതിൻ്റെ 11-ാം വാക്യത്തിലാണ് വിശ്വാസത്തെ പറ്റി എഴുതിയിരിക്കുന്നത്. അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. 7-ാം വാക്യം തൊട്ട് വായിക്കുക. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ഗലാത്യ ലേഖനത്തില് അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വിശ്വാസത്താലാണ്. അബ്രഹാമിനോട് പറഞ്ഞു. അപ്പം അന്നത്തെ കാലത്ത് യഹൂദന്മാർ വിചാരിച്ചിരുന്നു അവരാണ് വിളിക്കപ്പെട്ടവര്, അവരാണ് കർത്താവിലേക്ക് വരുന്നവരെന്ന്. പക്ഷെ കർത്താവോടെ ജാതികളെയും, അതായത് വിശ്വാസത്താൽ ആര് വിശ്വസിക്കുന്നു, വിശ്വാസത്താൽ ദൈവസന്നിധിയിലോട്ട് വരുന്നു, അവർ അബ്രഹാമിന്റെ സന്തതി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞ വാഗ്ദത്ത സന്തതി. അവര് പിന്നെയും പറയുക, അവര് ജീവിക്കുന്നത് വിശ്വാസത്താൽ അവർ അബ്രഹാമിന്റെ സന്തതിയായി തീർന്നു. പക്ഷെ ജീവിക്കണമെങ്കിൽ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. ഈ എബ്രായ ലേഖനത്തിലോട്ട് നമുക്ക് വരുമ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണമെന്നുള്ളത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതാണ് എന്നെ ഒത്തിരിയും എപ്പോഴും എൻകറേജ്. എബ്രായ ലേഖനം 10-ാം അധ്യായം, എബ്രായർ 10-ന്റെ 38 വാക്യം. അപ്പൊ 32 തൊട്ട് വായിക്കാം. അതായത് ഇവിടെ ഒരാൾ പ്രകാശനം ലഭിച്ച ശേഷം, അതാ 32 തൊട്ട്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കുത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. അതിന് തൊട്ട് മുമ്പലത്തെ 2-3 വാക്യങ്ങളില് വിശ്വാസത്തിൽ പതറിപ്പോന്നെ, വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത ഒരു കൂട്ടരെ പറ്റി പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് 34-ാം വാക്യം, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഡു നോട്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ്. ഇത് ജസ്റ്റ് എന്ന് പറയുമ്പം റോമർ 1:17 ജസ്റ്റിഫയിങ് ഫെയ്ത്ത് ഷാൽ ലിവ് എന്ന് പറയുമ്പം ഇവിടെ പറഞ്ഞിരിക്കുക എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. വിശ്വാസത്തിൽ ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. ഇവിടെ പറഞ്ഞിരിക്കുക നിങ്ങളുടെ പ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. എന്തെല്ലാം വന്നാലും ധൈര്യം തള്ളിക്കളയരുത്. എന്ത് പ്രയാസം വന്നാലും എപ്പോഴും ഞാൻ ഇന്നലെ ഓർക്കുമായിരുന്നു ഒരു ചെറിയ കാര്യം. ഇന്നലെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. രാവിലെ പെട്ടെന്ന് എനിക്ക് വയ്യാതെയായി. കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരു കാരണവശാലും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ഓർത്ത് ഉടനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഡോക്ടർ ഐവിയെ വിളിച്ച് പറഞ്ഞു. അതുപോലെ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു. അപ്പം ഡോക്ടർ ഐവി എൻ്റെ ജോലിയും കൂടെ നോക്കാമെന്ന് ഏറ്റു. അങ്ങനെ അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു, കർത്താവേ, എനിക്ക് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ, ഇന്ന് രാവിലെ എനിക്ക് തീരെ തളരുന്ന ഈ ബുദ്ധിമുട്ട് എന്താ ഉണ്ടായെന്ന്. അപ്പം ഞാൻ ഉടനെ എൻ്റെ മനസ്സിൽ വന്നത് ഇതാ, ദൈവത്തിൻ്റെ പ്ലാനിലാണ് ഐ മീൻ ഗോഡ്സ് പ്ലാൻ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. അപ്പം അത് ഇങ്ങനെ ഒരു അസ്വസ്ഥത, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയായാലും മാനസികമായിട്ട് ധൈര്യം പോകുന്നതായാലും പിന്നെയും തിരിച്ചു വന്നു ഐ മീൻ ഗോഡ്സ് പ്ലാൻ. അപ്പം ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവം അങ്ങനെ തന്നെ ദൈവം ചെയ്തു. ഹോൾ ഡേ ഡോക്ടർ ഐവിക്കും ഇതും കൂടെ ചേർത്ത് നോക്കാനുള്ള കൃപ കൊടുത്തു. ഞാൻ ഹോൾ ഡേ കിടക്കുമായിരുന്നെങ്കിലും അതിൽ കൂടി പല കാര്യങ്ങളും ദൈവം എൻ്റെ ജീവിതത്തിൽ
എന്നിൽ കൂടിയും എന്നിലും ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ എനിക്ക് തള്ളിക്കളയാതെ ഇത് കർത്താവിന്റെ പ്ലാൻ ആണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞ എന്ത് നന്നായി എന്ന് ഞാൻ ഓർത്തു. അത് കഴിഞ്ഞ് അടുത്ത വാക്യം വായിക്കാം. 36 ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അത് ഇംഗ്ലീഷിലെ ഒരു വാക്യം ഞാൻ വായിക്കാം. എനിക്കത് വളരെ എന്നെ ചിന്തിപ്പിക്കുന്ന വാക്യമാണ്. ഓക്കെ. അതിന്റെ ഇഫ് ഹി ഷ്രിങ്സ് ബാക്ക് 38ന്റെ സെക്കൻഡ് ലൈൻ, ഇഫ് ഹി ഷ്രിങ്സ് ബാക്ക് മൈ സോൾ ഹാസ് നോ പ്ലഷർ ഇൻ ഹിം. 38ന്റെ അവസാനം, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് പിന്മാറാതിരിക്കട്ടെ. പലപ്പോഴും നമ്മൾ പിന്മാറുക വിശ്വാസത്തിൽ വന്നിട്ട്. അതുകൊണ്ടാണ് കർത്താവ് എങ്ങനെയാ വിശ്വാസം ഗ്രോ ചെയ്തെന്ന് 35ലും 36ലും പറഞ്ഞിരിക്കുന്നത്. 35 പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചു ഓൾറെഡി. ധൈര്യം തള്ളിക്കളയരുത്. 36ല് സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുതയെ പറ്റി പല സ്ഥലങ്ങളിലും വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കൂടുതലായിട്ട് പോകുന്നത്. അപ്പം ചില കാര്യങ്ങളിൽ കൂടെ നമ്മൾ സഹിഷ്ണുത കാണിച്ച് ധൈര്യം കളയാ. ഡു നോട്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു സ്പീക്ക് ടു യുവർ സെൽഫ്. ഇല്ല, കർത്താവ് നമ്മളോട് തന്നെ നമുക്ക് സംസാരിക്കണം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, കർത്താവ് എന്നെ സഹായിക്കും, കർത്താവ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണല്ലോ കർത്താവിന്റെ വചനം പറയുന്നത്. കർത്താവാണല്ലോ എൻ്റെ കൂടെ ഉള്ളത്, വേറെ ആരും എൻ്റെ കൂടെ ഇല്ല. ഞാൻ തനിയെന്ന് തോന്നിയാൽ പോലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അതാ ഡു നോട്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ്. രണ്ടാമത് നീഡ് ഓഫ് എൻഡ്യൂറൻസ്, സഹിഷ്ണുത ആവശ്യമാണ്. ഇത് രണ്ടും വായിക്കുമ്പോൾ എന്തോ പറഞ്ഞിരിക്കുന്നത് 36ല് when you've done the will of, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവേഷ്ടം ചെയ്യും. അപ്പം നമുക്ക് കിട്ടും. നമുക്ക് ദൈവേഷ്ടം ചെയ്യുന്നത് നമ്മൾ ധൈര്യം കളയാതിരിക്കുമ്പോഴും നമ്മൾ സഹിഷ്ണുതയോടെ നമ്മൾ ജീവിക്കുമ്പോഴാണ്. അതാണ് 38ന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ധൈര്യം കളയാതെ സഹിഷ്ണുതയോടെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാം. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. ഉള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുതാ. നമുക്കറിയാം. ആൾക്കാർ വിശ്വാസത്തിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. വിശ്വാസത്തിന് വേണ്ടി വളരെയധികം പ്രയാസങ്ങൾ സഹിക്കുന്നവരെ നമുക്കറിയാം. വിശ്വാസിയായിട്ട് തനിയെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം നമുക്കറിയാം. നമുക്കുള്ളതൊന്നും ഒക്കെ വളരെ സാത്താൻ നമ്മളെ കബളിപ്പിക്കും. നമുക്ക് ഇത്ര കാര്യമുണ്ടോ, അയ്യോ ഇങ്ങനെയാ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് എന്താ വിശ്വാസം പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ദ വേ ഫോർവേഡ് ഇസ് ഓൺലി ബൈ ഫെയ്ത്ത്. ഏത് സാഹചര്യം വന്നാലും വിശ്വാസം കളയാതെ, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും കർത്താവിനെ ഉറപ്പായിട്ട് നടത്തും എന്നുള്ള വിശ്വാസം നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതാ കർത്താവിന് പ്രസാദം എന്ന് പറയുന്നത്. കർത്താവ് നമ്മൾ തളർന്നു കിടക്കുമ്പോഴും നമുക്ക് വയ്യാന്ന് തോന്നുമ്പോഴും കർത്താവ് നമ്മളെ അധികം ഉപയോഗിക്കും. നമ്മൾ ആ റോമറിൽ വായിച്ച വേഴ്സ് ഓർമ്മയുണ്ടല്ലോ, വിശ്വാസത്തിലോട്ട്, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. നമ്മൾ ആദ്യം വന്ന ഫെയ്ത്ത് അല്ല, അത് കഴിഞ്ഞ് വിശ്വാസത്തോട്ട്, വിത്ത് എൻഡ്യൂറൻസ്, വിത്തൗട്ട് ത്രോയിങ് അവേ അവർ കോൺഫിഡൻസ് വിച്ച് ഹാസ് എ ഗ്രേറ്റ് റിവാർഡ് എന്ന് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കാത്തു വന്ന് വചനങ്ങൾ കന്ന് നല്ല സമയത്തിനായ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ വചനം തേനിലും തേങ്കട്ടയിലും ഇമ്പമേറിയ വചനമായിരിക്കുക. സ്തോത്രം കർത്താവേ. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവ്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ കർത്താവ് ഞങ്ങളെ നടത്തും എന്നുള്ള ഉറപ്പും വിശ്വാസവും ഉള്ളവരായിട്ട് മുമ്പോട്ട് പോയി ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വചനം കൊടുത്തുകൊണ്ട് സ്തോത്രം ഇത്രയും പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇനിയും ഇത് കേൾക്കുന്നവരെയും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്ന കർത്താവെ പിയാത്ത സാധനം നിറയ്ക്കണം പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം എല്ലാ താഴ്മേഷോടും കേൾക്കണമേ. ആമേൻ.